ഹലോ ഗേയ്സ്, അണിമ സന്തോഷ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞപ്പോൾ നന്നൂസ് ഒരു ചെറിയ പേപ്പർ കൊണ്ട് തന്നു. പക്ഷെ അതിൽ ടേബിളെന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ പിന്നെ നന്നൂസ് പറയുക, അമ്മ ടേബിള് അത് നോക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. അന്നേരം ഞാൻ എല്ലാ കഥയെ കുടഞ്ഞു മറിക്കി എൻ്റെ തലയിലതേ മിനിക്കും കാര്യങ്ങളെല്ലാം പൊട്ടിച്ചതേ കിടക്കുക കേട്ടോ. ഇവിടെ ഫുള്ള് അതാണ്. ഇപ്പം ഇവിടെ കേക്കിൽ അത്രയൊന്നും വന്നിട്ടില്ല, കുറച്ച് കേക്കിൽ വീണോളി അതങ്ങ് എടുത്ത് കളഞ്ഞായിരുന്നു. ദൂരോട്ട് വെച്ച് പൊട്ടിച്ചെങ്കിലും ഇങ്ങ് തന്നെ വീണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് തപ്പി എനിക്ക് കിട്ടി കേട്ടോ. അതിലെഴുതിയേക്കുന്നത് കിച്ചണായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൊണ്ട് ഞാൻ പിന്നെന്തേ പോവുകയാണ്. ഇവിടെ ആർക്കും ഒന്നും മനസ്സിലായില്ല. കാരണം എനിക്ക് മാത്രം ഇവരെല്ലാം നോക്കിയിരിക്കുകയാണ്, ഇതെന്തിനാ തപ്പുന്നത്. ഇപ്പോൾ ഇവരൊക്കെ നോക്കിയിരിക്കുക കേട്ടോ. ഇവർ കേക്കിൽ ഇത് മൊത്തം എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ മിനിക്കൊക്കെ വീണത് മൊത്തം നുള്ളി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏട്ടൻ. എന്നിട്ടും ചേട്ടൻ ചോദിക്കുക, ഇവർ എന്താ ഇങ്ങനെ തപ്പുന്നെന്ന് ചോദിക്കുക കേട്ടോ. ഞാൻ ഇവിടെ മൊത്തവും അരിച്ച് പറക്കട്ടെ. ഇവരെവിടെ കൊണ്ട് വെച്ചാൽ കിച്ചണെന്ന് പറഞ്ഞ് അവിടെ മൊത്തം നോക്കി. ചൂടുള്ള സാധനമൊന്ന് ലാസ്റ്റ് പറഞ്ഞു. ചൂടുള്ള ഇവിടെ വേറെ ഒന്നുമില്ല. നമുക്കന്ന് കഴിക്കാൻ വേണ്ടി ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം ബിരിയാണിയൊക്കെ ഞാനൊന്ന് പിടിച്ച് നോക്കി, അവിടെയൊന്നും ഒരു ഇതുമില്ല. അതിൻ്റെ സാലഡും കാര്യങ്ങളും എല്ലാം തൊട്ടിട്ടും അറിയാൻ മേലാട്ടെ ഇവരെവിടെ എന്ത് വച്ചേക്കുന്നു. ലാസ്റ്റ് എൻ്റെ മക്കളെ കിട്ടി. അതിൻ്റെ അടിയിൽ ഇതേ വേറൊരു പേപ്പർ. ഇത് വല്ലാത്തൊരു ടാസ്ക് ആയിപ്പോയി.
അത് ദേ നമ്മുടെ ബാൽക്കണി കേട്ടോ, ബിഗ് ബാൽക്കണി. കാരണം 2 ബാൽക്കണി ഉണ്ട്. അതിൽ ബിഗ് ബാൽക്കണിയിൽ അടുത്തത് നെസ്റ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവുന്നേ ഇങ്ങോട്ടാണ് പോകുന്ന, ക്യാമറ പിടിച്ച് എന്താ ഏതാ. കാരണം സച്ചിക്കുട്ടന് കാര്യം അറിയാം, അവൻ മുന്നേ പോകും കേട്ടോ. എന്തോ വച്ചേക്കുന്ന സ്ഥലം അറിയാം കേട്ടോ, അവനറിയാം. അതിനുവേണ്ടി അവൻ മുന്നേ വന്നത്. ഞാനെങ്കിലും ഇവിടെ മൊത്തം നോക്കി. പക്ഷെ എന്തായാലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചു. മക്കളെല്ലാം കൂടെ ചേർന്ന് ചെയ്തതാണ്. അങ്ങനെ ലാസ്റ്റ് എല്ലായിടവും തപ്പിതേ നമ്മുടെ മണി പ്ലാന്റ് വെച്ച കുപ്പിയുടെ ഇടയ്ക്ക് തന്നെ ഒരു പേപ്പർ എനിക്ക് കിട്ടി. അങ്ങനെ അതിലും ഇതേപോലെ നെക്സ്റ്റ് സ്ഥലം എഴുതിയിട്ടുണ്ട്, റൂമായിട്ടാണ്. റൂമല്ല, ഹാളായിട്ടോ. ഹാളിലെ ട്രോഫി എന്നാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നേരെ അങ്ങോട്ട് പോയി. ഇവിടെ മൊത്തം തൂപ്പും കിടപ്പാട്ടോ, ഫുള്ള് മിനുക്കായിരുന്നു. മൊത്തം അവർ ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ദേ ട്രോഫിയുടെ അടിയിൽ നോക്കിയപ്പോൾ അടുത്തത് ട്രോഫിയുടെ അടിയിൽ പേപ്പറിൽ പിന്നെന്ത് എഴുതി വെച്ചേക്കുന്നു. അത് എഴുതിയേക്കുന്ന റൂമായിട്ടാ. അങ്ങനെ അതും കൊണ്ട് ഞാൻ റൂമിലേക്ക് പോയി. ഏത് റൂമിന് കൺഫ്യൂഷനായി, ഇതാണോ അതാണോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ട് തന്നെ ചാടിക്കയറി നോക്കിയപ്പോൾ ആ പേപ്പറിൽ തന്നെ പടം ഉണ്ടായിരുന്നു കേട്ടോ, അലമാരിയിൽ നിന്ന്. മന്ദബുദ്ധി, എനിക്കതൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഞാൻ അലമാരയുടെ മണ്ട മൊത്തം മുകളിലാണോ എവിടെയാണോ എന്നറിയാൻ വയ്യ, അവിടെ മൊത്തം നോക്കി. ഇവരിത്രയ്ക്ക് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഫുള്ള് ഞാൻ അരിച്ചു പറയും കേട്ടോ, അവിടെയൊന്നും കണ്ടില്ല. എന്നോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചു പിന്നെ ഒരു പേപ്പർ ആയിരിക്കും അവിടെ വച്ചേക്കണത്. ഞാൻ കരുതിയില്ല ഇത്രയൊരു സർപ്രൈസായിട്ട് ഇങ്ങനെ തരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷെ നമ്മുടെ മക്കൾ നമ്മളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാട്ടോ. ഫുള്ള് ഞാൻ അരിച്ചു പറക്കി. ലാസ്റ്റ് എൻ്റെ മക്കളെ കിട്ടി. എവിടെ നിന്ന് കിട്ടി? മുകളിൽ മൊത്തം അരിച്ച് അവിടെ എല്ലാം നോക്കി. പിന്നെന്തേ ഞാൻ ചെറിയ ഈ കീയുള്ള ആ ട്രോയ്ക്കകത്താന്ന് കരുതി അവിടെ മൊത്തം തട്ടി. എന്നിട്ടും അവിടെ ഒന്നുമല്ല. ലാസ്റ്റ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് തപ്പി ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളെ നിങ്ങൾ പറഞ്ഞു, ലാസ്റ്റ് നിങ്ങൾ വീഡിയോ എടുത്താൽ മതി, എവിടെയെന്ന് ഒന്ന് പറഞ്ഞു. കാരണം ഫുള്ള് ഞാൻ നോക്കി ഒന്നും കിട്ടത്തുമില്ല. ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും അഥവാ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ കാണുന്നിടത്ത് വയ്ക്കണേ. കാരണം ഇപ്പോഴേ ഞാൻ എൻ്റെ അരിച്ച് പാർക്കുന്നത് നന്നൂസിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇങ്ങനെ അവളെടുക്കും, വാരിക്കൂട്ടി വയ്ക്കും, അവളുടെ ഡ്രസ്സാണ്. ലാസ്റ്റ് എൻ്റെ മോനെ കിട്ടി. ലാസ്റ്റ് ഇതിൻ്റെ അടിയിലായിരുന്നു കേട്ടോ. കുറേ ഒരു ഗാർഡൻസ് എടുത്ത് മൊത്തത്തിൽ ചുറ്റി കെട്ടി. ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. ഈ വീഡിയോ കാണുകണൊക്കെ അല്ല കേട്ടോ, ഒരുപാട് നേരം ഞാൻ തപ്പി. കാരണം കൂടുതൽ എന്താവുമെന്ന് വിചാരിച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാട്ടോ. ഒരുപാട് നേരം ഞാൻ ഈ അലമാരി ഫുള്ള് ഞാനിത് തപ്പക്കായിരുന്നേ. ലാസ്റ്റ് ഇത് പൊട്ടിക്കാൻ വിട്ട പാടെൻ്റെ മോനെ അവസാനം കത്തി വേണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ് കത്തി ഒന്നും വേണ്ട, എന്താ ഇതിൻ്റെ അകത്ത് നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഫുള്ള് വലിച്ചേറി വരുന്നില്ല കേട്ടോ. എങ്ങനെയൊക്കെ ഒട്ടിക്കോ, എനിക്ക് ഒരു ടേപ്പ് മൊത്തം ഇവർ ചുറ്റി തീർത്തുന്ന എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഫുള്ള് ഞാൻ വലിച്ച് മൊത്തം ഞാൻ പൊട്ടിച്ച് നോക്കുവാണേ. ലാസ്റ്റ് ഇതേ കഴിഞ്ഞില്ല. ഇത് ഫുള്ള് ഞാൻ എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് മൊത്തം കെട്ടി കവർ ചെയ്ത് വച്ചേക്കുക. നിങ്ങൾ കണ്ടു നോക്കിയത് എന്താ ഇതിൻ്റെ അകത്ത്, നിങ്ങൾ തന്നെ കണ്ടു നോക്കുക ഗെയ്സ് എന്താണെന്ന് കേട്ടോ. ലാസ്റ്റ് അറിയുന്നത് ഇതെൻ്റെ കാശിക്കുട്ടിൻ്റെ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അവൻ ചെയ്ത ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഫുള്ള് കവർ ചെയ്ത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് ഇത്രയ്ക്ക് നീളത്തിന് എന്ത് വയ്ക്കാനാന്നൊക്കെ ഞാൻ കുറേ വിചാരിച്ചു. കുറേ ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ, 8 ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൽ കുറച്ച് മാത്രമേ നിങ്ങളെ കാണിച്ചുള്ളൂ. ഇവൻ ഇത് എപ്പം മേടിച്ചെന്നാ അച്ഛൻ പോലും ഇത് അറിഞ്ഞില്ല കേട്ടോ. താഴെ ഒരു ഷോപ്പുണ്ട്, അവിടെ പോയി ഇവൻ മേടിച്ചെന്ന് തോന്നുന്നു. ഇവർ 3 പേരും കൂടെ ചെയ്ത പണിയാട്ടാ. ഇത്രയും സത്യം എനിക്ക് വലിയ സന്തോഷമായിട്ടാ. കാരണം അവനെ കൊണ്ട് തരാൻ പറ്റി, അവൻ ചെയ്തല്ലോ, എനിക്ക് അത് തന്നെ ഒരു സന്തോഷമാണ്. ഇത് വല്ലാത്തൊരിതായിപ്പോയി. ഒരു സർപ്രൈസ് എന്ന് വെച്ചാൽ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. അങ്ങനെ എൻ്റെ കാശിക്കുട്ടിൻ്റെ വലിയൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ. എന്നെ വലിയ സന്തോഷമാണ് ഞാൻ.
അങ്ങനെ ബർത്ത്ഡേക്ക് കഴിക്കാനായിട്ട് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ബിരിയാണിയും ചിക്കനും ആയിരുന്നു. ലാസ്റ്റ് ചോക്ലേറ്റൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുക, എല്ലാവരും പോയി. പിന്നെ ഒരു ഡയറി മിൽക്ക് ചേട്ടൻ ഡയറി മിൽക്ക് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അതും കഴിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.